നിക്ഷേപകർക്ക് കേരളത്തിൽ ഇനി ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന കോൺഗ്രസിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് ഹൈക്കമാൻഡിന് പരാതി നൽകി ശശി തരൂർ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെത്തുന്ന നിക്ഷേപകർക്ക് ഇനി ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തെവിടെയുമുള്ള നിക്ഷേപകരെ ഒരുമിച്ച് നിർത്താനാണ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെത്തുന്ന നിക്ഷേപകർക്ക് ഇനി സാങ്കേതിക പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി മുടക്കമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. നിക്ഷേപകർക്ക് ഭൂമി ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക മുൻകൈ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിൽ തന്നെ ഒറ്റപ്പെടുത്തുമെന്ന് ഹൈക്കമാൻഡിന് പരാതി നൽകി വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ. എന്നാൽ വിഷയത്തിൽ തുടർ ചർച്ചകൾ വേണ്ടെന്ന് ഹൈക്കമാൻഡ് ശശി തരൂരിന് മുന്നറിയിപ്പ് നൽകി. LDF സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രശംസിച്ചുള്ള ശശി തരൂരിന്റെ ലേഖനം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കിയിരുന്നു. തുടർന്ന് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വാല്യൂ ആഡഡ് അഗ്രികൾച്ചറൽ മിഷൻ പദ്ധതിയിലൂടെ ഇടനിലക്കാരുടെ ചൂഷണം തടയുമെന്നും കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. കേരളത്തിലെ അഗ്രി ബിസിനസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ പിന്തുണയ്ക്കുന്നതിനുമായുള്ള 10 KFPO മേളയുടെ ഉദ്ഘാടനം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാത്രിയിൽ പരിചയമില്ലാത്ത സ്ത്രീക്ക് നീ മെലിഞ്ഞവളാണ്, മിടുക്കിയാണ്, പ്രസന്നയാണ്, നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ സന്ദേശം അയക്കുന്നത് അശ്ലീലമാണെന്ന് ബോംബെ സെഷൻസ് കോടതി. മുനിസിപ്പൽ കോർപ്പറേഷനിലെ മുൻ അംഗത്തിന് വാട്സപ്പിൽ അശ്ലീല സന്ദേശം അയച്ചതിന് ഒരാളുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി DG ദോബ്ലെയാണ് നിരീക്ഷണം നടത്തിയത്. ബീഹാറിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ 10ാം ക്ലാസ്സുകാരൻ വെടിയേറ്റ് മരിച്ചു. സംഭവത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബീഹാറിലെ റൊസ്താസ് ജില്ലയിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ പരീക്ഷയിൽ കോപ്പിയടിച്ചതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടായതാണ് ഒടുവിൽ മരണത്തിൽ കലാശിച്ചത്. വീട്ടിൽ നട്ടുവളർത്തിയ 6 കഞ്ചാവ് ചെടികളുമായി യുവാവ് കൊട്ടാരക്കര റേഞ്ച് എക്സൈസിന്റെ പിടിയിൽ. മൈലം കുറ്റിവിള വീട്ടിൽ മോനിയാണ് അറസ്റ്റിലായത്. കഞ്ചാവ് ഉപഭോക്താവായ മോനി മുൻപ് ഉപയോഗിച്ചിരുന്ന കഞ്ചാവിന്റെ കുരു വീട്ടിലെ ചെടിച്ചട്ടിയിൽ പാകി നട്ടു വളർത്തുകയായിരുന്നു. 2 മാസം പ്രായവും 18 മുതൽ 10 വരെ സെന്റിമീറ്റർ വളർച്ചയും എത്തിയ കഞ്ചാവ് ചെടികളാണ് പിടികൂടിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. നാട്ടാനകളെ കൊണ്ടുവരാനുള്ള അനുമതി നൽകരുതെന്ന് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. എല്ലാ കക്ഷികളെയും കേൾക്കാതെ എങ്ങനെയാണ് കേരള ഹൈക്കോടതിക്ക് സ്റ്റേ ഉത്തരവ് നൽകാനാകുകയെന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് ആരാഞ്ഞു. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അർബുദബാധിതനായ ചെന്നൈ അപ്പോളോ ആശുപത്രി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കെ ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിത വിയോഗം. 6 വർഷമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും 7 വർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചു. മറ്റൊരു സെമി ഫൈനൽ മത്സരത്തിൽ മുംബൈയെ പരാജയപ്പെടുത്തി മുന്നേറിയ വിദർഭയാകും ഫൈനൽ എതിരാളികൾ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടീമിനെതിരെ നേടിയ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിലാണ് കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശനം ഉറപ്പിച്ചത്. അമ്മ സ്ത്രീയും അച്ഛൻ പുരുഷനുമാണെന്ന പുതിയ മാർഗനിർദ്ദേശവുമായി US ആരോഗ്യ സെക്രട്ടറി റോബർട്ട്
എഫ് കെന്നഡി ജൂനിയർ. 2 ലിംഗക്കാർ മാത്രമേ ഉള്ളൂവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫെഡറൽ നയത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. ട്രാൻസ്ജെൻഡർ സ്ത്രീകളെയും പെൺകുട്ടികളെയും വനിതാ കായിക വിനോദങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, യുവാക്കൾക്ക് ലിംഗഭേദം സ്ഥിരീകരിക്കുന്ന പരിചരണം നിരുത്സാഹപ്പെടുത്തുക, ഫെഡറൽ ഗവൺമെന്റ് 2 ലിംഗക്കാരെ മാത്രമേ അംഗീകരിക്കൂ എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിജ്ഞ നിറവേറ്റുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ഒരു പേജുള്ള മാർഗനിർദ്ദേശത്തിലാണ് നിർവചനങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.